ഹായ്, എൻ്റെ പേര് ടെൻസി. നമ്മൾ സ്റ്റഡീസ് നോക്കുമ്പോൾ യൂറോപ്യൻ യൂണിയനിൽ നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റാത്ത ഒരു കൺട്രിയാണ് ജർമ്മനി. അതിൽ ജർമ്മനിയിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഹൗസ് ബിൽഡിംഗ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഹൗസ് ബിൽഡിംഗ്, എന്തൊക്കെയാണ് അതിൻ്റെ ക്രൈറ്റീരിയാസ്, ഏതൊക്കെ കോഴ്സ് നമുക്ക് ഹൗസ് ബിൽഡിങ്ങിൽ ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഹൗസ് ബിൽഡിങ്ങിനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ സ്റ്റൈപ്പൻഡ് ആണ് ആദ്യമേ വരിക. പലരും പറയാറുണ്ട് 1,00,000 റുപ്പീസ് വരെ സ്റ്റൈപ്പൻഡ് കിട്ടും എന്നൊക്കെ. ഇത് സത്യമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എന്താണ് ഹൗസ് ബിൽഡിംഗ്? ഇതൊരു വൊക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാം ഓർ അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാമാണ്. ഇതൊരു പ്രോഗ്രാം ബേസ്ഡ് എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതായത് നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കോഴ്സ് പെർട്ടിക്കുലർ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് പഠിക്കുന്നതിനോടൊപ്പം തന്നെ പ്രാക്ടിക്കൽ നോളജും കൂടെ കിട്ടുന്നു എന്നുള്ളതാണ് ഹൗസ് ബിൽഡിങ്ങിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇതിന് പ്രധാനമായിട്ടും വേണ്ടുന്ന ക്വാളിഫിക്കേഷൻസ് +2, അതുപോലെ തന്നെ ജർമ്മൻ ലാംഗ്വേജുമാണ്. ജർമ്മൻ ലാംഗ്വേജിൽ B1 വരെ മതി എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയിട്ടാണെങ്കിലും B2 നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അവിടെ പോയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വരുന്ന എക്സാം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ B2 മാൻഡേറ്ററി ആണ്. അപ്പം അതിന് നല്ലത് നാട്ടിൽ നിന്ന് പോകുമ്പം തന്നെ B2 കംപ്ലീറ്റ് ചെയ്തിട്ട് പോകുന്നതാണ് ഇതിൽ നല്ലത്. ഹൗസ് ബിൽഡിങ്ങിൽ നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു കോഴ്സ് നഴ്സിംഗ് ആണ്. നഴ്സിംഗ് കൂടാതെ നമുക്ക് ഹൗസ് ബിൽഡിങ്ങിനകത്ത് ചെയ്യാൻ പറ്റുന്ന വേറെ നിരവധി കോഴ്സുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഒന്ന് കാർ മെക്കാനിക് ആണ്. മെക്കട്രോണിക്സിൻ്റെ കാറ്റഗറിയിൽ വരുന്ന കാർ മെക്കാനിക് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇൻഡസ്ട്രി മെക്കാനിക് ഉണ്ട്. അതുകൂടാതെ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് വരുന്നുണ്ട്, IT സ്പെഷ്യലിസ്റ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ സെയിൽസ്മാൻഷിപ്പ് വരുന്നുണ്ട്, ബാങ്ക് അസിസ്റ്റൻറ്റ് വരുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങി കുറേ കോഴ്സസ് നമുക്ക് ഹൗസ് ബിൽഡിങ്ങിനകത്ത് ചെയ്യാൻ പറ്റും. അതിൽ പ്രധാനമായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നതും സ്റ്റൈഫൻഡ് തുടങ്ങിയ കാര്യങ്ങൾ കൂടുതൽ ഉള്ളതുമായ കോഴ്സുകളെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് മെക്കട്രോണിക്സ് ആണ്. കാർ മെക്കാനിക് റിലേറ്റ് ചെയ്തിട്ടാണ് ഇതിൽ നമ്മൾ പഠിക്കുന്നത്. കാർ മെക്കാനിക് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത് കാറിൻ്റെ മാനുഫാക്ചറിങ്, അതുപോലെ തന്നെ സ്പെയർ പാർട്സ് അസംബ്ലിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ മെക്കട്രോണിക്സിനകത്ത് പഠിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ക്ലാസ് വരുന്നത് കാർ വർക്ക്ഷോപ്പിലോ കാർ റിപ്പയറിംഗ് ഷോപ്പിലോ ഒക്കെയാണ്. നോർമലി തിയറി ക്ലാസ് വരുന്നത് ഏതെങ്കിലും ഒരു വൊക്കേഷണൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരിക്കും വരുന്നത്. ഏകദേശം 860 യൂറോ വരെ നിങ്ങൾക്ക് ആവറേജ് നിങ്ങൾക്ക് സ്റ്റൈഫൻഡ് കിട്ടും. നമുക്ക് സ്റ്റൈഫൻഡ് എങ്ങനെയാണ് അവൈലബിൾ ആകുന്നതെന്ന് പറഞ്ഞാൽ 16 സ്റ്റേറ്റ് ഉണ്ട് ജർമ്മനിയിൽ. അപ്പം നിങ്ങളുടെ കമ്പനി എവിടെയാണോ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്നത് എവിടെയാണോ അതിൻ്റെ ലൊക്കേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നിങ്ങളുടെ സ്റ്റൈഫൻഡ് നിശ്ചയിക്കപ്പെടുന്നത്. അപ്പോൾ ഈ കാർ മെക്കാനിക് റിലേറ്റ് ചെയ്തിട്ട് വരുമ്പം ഏകദേശം 860ഓളം യൂറോ നിങ്ങൾക്ക് സ്റ്റൈഫൻഡായിട്ട് മന്ത്ലി ആവറേജ് നിങ്ങൾക്ക് കിട്ടും. ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഏകദേശം 3 ഇയേഴ്സ് ആണ്. അടുത്ത രണ്ടാമത്തെ കോഴ്സ് എന്ന് പറയുന്നത് സെയിൽസ്മാൻ അല്ലെങ്കിൽ സെയിൽസ് പേഴ്സൺ എന്ന് പറയും. ഇതിനകത്ത് നമ്മൾ കസ്റ്റമറിനെ അഡ്വൈസ് ചെയ്യാനും, അതല്ലെങ്കിൽ നമ്മളൊരു ഷോപ്പിൽ എങ്ങനെയാണ് സാധനങ്ങൾ കസ്റ്റമറിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ ഷെൽഫ് ചെയ്ത് വെക്കാനും, അങ്ങനത്തെ കുറേ കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു കോഴ്സിനകത്ത് പഠിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കോഴ്സ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 ഇയേഴ്സ് ആണ്. ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10th അല്ലെങ്കിൽ +2 തന്നെയാണ് ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ആണ്. ഇതിനകത്ത് ഇൻവെന്ററി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പഠിക്കുന്നത്. അതായത് നമ്മൾ ഡെലിവറി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓൺ ടൈം ആണോ നോക്കുക, അതുപോലെ തന്നെ വരുന്ന പ്രോഡക്റ്റിന്റെ മാനുഫാക്ചറിങ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ആയിരിക്കും നിങ്ങൾ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കുന്നത്. അതുപോലെ തന്നെ ഇൻവെന്ററി, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ ഒരു കോഴ്സിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇതിൻ്റെ കോഴ്സ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 ഇയേഴ്സ് ആണ്. ബേസിക് ക്വാളിഫിക്കേഷൻ 10th or +2 തന്നെയാണ്. ഇതിൻ്റെ സ്റ്റൈഫൻഡ് മന്ത്ലി ആവറേജ് നിങ്ങൾക്ക് കിട്ടുന്ന ഏകദേശം സ്റ്റൈഫൻഡ് എന്ന് പറയുന്നത് 850 യൂറോ ആയിരിക്കും. അടുത്തതെന്ന് പറയുന്നത് ബാങ്ക് അസിസ്റ്റൻ്റ് ആണ്. അതായത് ഒരു ബാങ്കിൽ അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യണം, ഇതുപോലെ ബാങ്ക് അക്കൗണ്ട് കീപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കസ്റ്റമർക്ക് അഡ്വൈസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ബാങ്ക് അസിസ്റ്റൻറ്റിനകത്ത് നിങ്ങൾ പഠിക്കുന്നുണ്ടാവുക. ഇതും ഏകദേശം 36 months ആണ് ഇതിൻ്റെ കോഴ്സ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഈ ബാങ്ക് അസിസ്റ്റൻറ്റ് കോഴ്സ് ചെയ്യുന്ന ഒരാൾക്ക് സ്റ്റൈഫൻഡ് ആയിട്ട് കിട്ടുന്നത് ഏകദേശം ഒരു 1100 യൂറോ ഒക്കെയാണ് ആവറേജ് സ്റ്റൈഫൻഡ് ആയിട്ട് കിട്ടുന്നത്. അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് ഓഫീസ് അസിസ്റ്റൻ്റ് ആണ്. ഓഫീസ് അസിസ്റ്റൻറ്റിനകത്ത്
നിങ്ങൾ പഠിക്കുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ഓഫീസ് ഓർഗനൈസേഷൻ റിലേറ്റ് ചെയ്തിട്ട് അത് ഓർഗനൈസേഷനിലായിട്ട് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചായിരിക്കും നിങ്ങൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ടാവുക. മെയിൻ ആയിട്ടും വരുന്നത് ഒരു മാനേജർക്ക് വരുന്ന ഇമ്പോർട്ടൻറ്റ് മെയിൽസ് കാര്യങ്ങളും റിപ്ലൈ കൊടുക്കുക, അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് അപ്പോയിൻമെൻറ്റ്സും കാര്യങ്ങളും അവരുടെ ഇതിന് ഷെഡ്യൂൾ ചെയ്യുക. ഒരു പേഴ്സണൽ അസിസ്റ്റൻ്റ് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ തന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആൻഡ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ട്രെയിനിങ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഓഫീസ് അസിസ്റ്റൻറ്റ് മാനേജ്മെൻറ്റ് കോഴ്സിനകത്ത് ഹൗസ് ബിൽഡിങ്ങിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ നോളജും അതുപോലെ തന്നെ തിയററ്റിക്കൽ നോളജും ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും. കോഴ്സ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 years ആണ്. സ്റ്റൈഫൻഡ് ഏകദേശം 810 euro ആവറേജ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. അടുത്ത കോഴ്സ് ഇൻഡസ്ട്രി മെക്കാനിക് ആണ്. അതായത് പ്രൊഡക്ഷൻ റിലേറ്റ് ചെയ്തിട്ട് വരുന്നത് പാർട്സ് അസംബ്ലിങ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ ഇൻഡസ്ട്രി മെക്കാനിക്കിനകത്ത് പഠിക്കുന്നത്. ഇതിൻ്റെ കോഴ്സ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 years ആണ്. ബേസിക് ഇത് പഠിക്കാൻ വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10th അല്ലെങ്കിൽ +2 ആണ്. ഈ പറഞ്ഞ കോഴ്സിന് എല്ലാത്തിനും തന്നെ മെയിൻ ആയിട്ടും വേണ്ട ഒരേ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജ് ക്ലിയർ ആയിരിക്കണം എന്നുള്ളതാണ്. A1 A2 B1 B2 ഈ 4 മൊഡ്യൂളും നാട്ടിൽ നിന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് വരുന്നതായിരിക്കും നമുക്ക് കുറച്ചും കൂടി നല്ലത്. നമ്മുടെ പ്രോസസ്സിങ്ങിനും എല്ലാത്തിനും അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ പറഞ്ഞിരിക്കുന്ന കോഴ്സുകളൊന്നും കൂടാതെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോഴ്സ് എന്ന് പറയുന്നത് നഴ്സിംഗ് ആണ്. ഹൗസ് ബിൽഡിങ്ങിനകത്ത് എല്ലാവരും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്ന ഒരു കോഴ്സ് നഴ്സിംഗ് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് ഏത് സ്ട്രീമിൽ പഠിച്ചവർക്കും, അതായത് ഇപ്പം കൊമേഴ്സ് ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ സയൻസ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, ഏത് സ്ട്രീമിലും, അതായത് ബയോളജി സയൻസ് അല്ലാതെ ഏത് സ്ട്രീമിൽ പഠിച്ച ഒരാൾക്കും ഈ ഒരു നഴ്സിംഗ് ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതായത് ഈ വൊക്കേഷണൽ പ്രോഗ്രാമിൽ വരുന്ന നഴ്സിംഗ് കോഴ്സ് 3 years നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതിൽ വരുന്ന സ്റ്റൈഫൻഡും അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന സാലറിയും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് ഇനി നഴ്സിംഗ് റിലേറ്റഡ് എങ്ങനെയാണ് ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നതെന്ന് നോക്കാം. ജർമ്മനിയിൽ നമുക്ക് നഴ്സിംഗ് 2 രീതിയിൽ ചെയ്യാം. ഡ്യുവൽ വൊക്കേഷണൽ പ്രോഗ്രാമും ഡ്യുവൽ സ്റ്റഡി പ്രോഗ്രാമും. അതിൽ ഡ്യുവൽ വൊക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാം ആണ് ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം. ഇതാണ് വൊക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാമിൽ വരുന്ന നഴ്സിംഗ് പ്രോഗ്രാം. ഇതിന് നമുക്ക് A1 A2 B1 B2 ഈ 4 മൊഡ്യൂളും ജർമ്മൻ ലാംഗ്വേജ് ക്ലിയർ ആയിരിക്കണം എന്നുള്ളതും +2 ആണ് മിനിമം ക്വാളിഫിക്കേഷൻ ആയിട്ട് അവർ പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ +2 ഏത് സ്ട്രീമിൽ പഠിച്ചവർക്കും ഇതിൽ ചെയ്യാൻ പറ്റും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് റെക്കഗ്നൈസ് ചെയ്യിക്കുക എന്നുള്ളതാണ്. റെക്കഗ്നൈസ് ചെയ്യിക്കുക എന്ന് പറയുന്നത് ജർമ്മനിയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റമായിട്ട് അത് വാലിഡേറ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ് റെക്കഗ്നൈസ് ചെയ്യിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജർമ്മനിയിൽ നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ UK-ലും കാനഡയിലും ഒക്കെ ഉള്ളതുപോലെ തന്നെ നമുക്ക് ലിവിംഗ് എക്സ്പെൻസ് കാണിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ ഹൗസ് ബിൽഡിങ്ങിൽ വരുന്ന കുട്ടിക്ക് ലിവിംഗ് എക്സ്പെൻസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം സ്റ്റൈഫൻഡ് 800 എബോ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് മാർച്ച് 2021 വന്ന അപ്ഡേറ്റ് പ്രകാരം വിസ അതോറിറ്റീസിൽ പറയുന്നത് നമുക്ക് 861 euro നമ്മുടെ ലിവിംഗ് എക്സ്പെൻസ് ആയിട്ട് വേണം എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇത്രയും എമൗണ്ട് നമ്മൾ നാട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ ഈ ഒരു ലിവിംഗ് എക്സ്പെൻസ് നമുക്ക് ഷോ മണിയായിട്ട് നമ്മൾ കാണിക്കാൻ ഉണ്ടായിരിക്കണം. പക്ഷേ ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന ഒരാൾക്ക് നഴ്സിംഗിൽ നമുക്ക് സ്റ്റൈഫൻഡ് കിട്ടുന്നത് 1000 തൊട്ട് 1100 മുകളിലേക്കാണ്. അപ്പം ഇതിന് മുകളിലേക്ക്, അതായത് ഈ 861 യൂറോയ്ക്ക് മുകളിലേക്ക് സ്റ്റൈഫൻഡ് കിട്ടി പോകുന്ന ഒരു കുട്ടിക്ക് ഈ ഒരു ഷോ മണി കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഹൗസ് ബിൽഡിങ്ങിൽ പോകുമ്പോഴത്തേക്കും ഷോ മണിയുടെ ഒരു ടെൻഷൻ നമുക്ക് വരത്തില്ല. ആദ്യം പറഞ്ഞതുപോലെ ബേസിക് ക്വാളിഫിക്കേഷൻ +2 ജർമ്മൻ ലാംഗ്വേജ് വേണം. പിന്നെ നമ്മൾ സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് റെക്കഗ്നൈസ് ചെയ്യിച്ചിരിക്കണം. നമ്മൾ ഈ പറഞ്ഞ പോലെ ബ്ലോക്ക് അക്കൗണ്ട് കാണിക്കണ്ട. പക്ഷെ നമ്മൾ നാട്ടിൽ നിന്ന് പോകുന്നതിന് മുന്നേ തന്നെ, അതായത് വിസ പ്രോസസ്സിംഗ് നടക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അതിൽ കാണിക്കേണ്ട, സബ്മിറ്റ് ചെയ്യേണ്ട മറ്റ് 2 പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് ആണ് നമ്മുടെ മെഡിക്കൽ ഇൻഷുറൻസും അതുപോലെ തന്നെ നമുക്ക് അവിടെ ചെന്നാൽ സ്റ്റേ ചെയ്യാൻ അക്കോമഡേഷൻ റെഡി ആണ് എന്നുള്ളതിൻ്റെ അക്കോമഡേഷൻ പ്രൂഫും. ഈ 2 ഡോക്യുമെന്റ്സ് നമ്മൾ നിർബന്ധമായിട്ടും നമ്മുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സിൻ്റെ കൂടെ നമ്മൾ ഈ ഡോക്യുമെന്റ്സും കൂടി നിർബന്ധമായിട്ടും കാണിച്ചിരിക്കണം. നേരത്തെ പറഞ്ഞ് നമ്മൾ ഏത് സ്ട്രീമിൽ പഠിച്ചവർക്കും ഈ ഒരു കോഴ്സ് ചെയ്യാമെന്നുള്ളത്. അത് തന്നെയാണ് ഇതിൻ്റെ ഈ ഹൗസ് ബിൽഡിംഗ് നഴ്സിംഗ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിന് നേരത്തെ പറഞ്ഞ കോഴ്സുകളിലെല്ലാം ഉള്ളതുപോലെ തന്നെ തിയറി ക്ലാസ്സും പ്രാക്ടിക്കൽ നോളജും ഉണ്ടാവും. തിയറി ക്ലാസ് നമുക്ക് വൊക്കേഷണൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നാണ് ലഭിക്കുന്നത്. പ്രാക്ടിക്കൽ നോളജ് നമുക്ക് വരുന്നത്
ഹോസ്പിറ്റൽസ്, ഹെൽത്ത് കെയർ സെൻറ്റേഴ്സ്, ഹോം കെയർ സെൻറ്റേഴ്സ്, ഇവിടെ നിന്നൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ പ്രാക്ടിക്കൽ നോളജ് കിട്ടുന്നത്. ഏകദേശം 2100 മണിക്കൂറാണ് തിയറി ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. 2500 മണിക്കൂറായിരിക്കും നമ്മുടെ പ്രാക്ടിക്കൽ നോളജ് എന്നും പറയും, പ്രാക്ടിക്കൽ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടുന്നത്. ഇതിൽ നമുക്ക് 3 വർഷമാണ് ഇതിൻ്റെ പ്രോഗ്രാം ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ആദ്യത്തെ 2 വർഷം നമ്മൾ ഓറിയന്റേഷൻ ക്ലാസ്സും അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് പേഷ്യൻസിനെ മെന്റൽ ഹെൽത്തും ഇൽനെസ്സും ഇങ്ങനത്തെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലും ആദ്യത്തെ 2 വർഷം നമ്മൾ പഠിക്കുന്നുണ്ടാവുക. 3-ാമത്തെ വർഷമായിരിക്കും നമ്മൾ ഇതിൻ്റെ സ്പെഷ്യലൈസേഷനിലേക്ക് പോകുന്നത്. സ്പെഷ്യലൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ജെറിയാട്രിക് നഴ്സിംഗിൽ ചെയ്യാം, അതുപോലെ തന്നെ ജനറൽ നഴ്സിംഗിൽ ചെയ്യാം. 3-ാമത്തേത് പീഡിയാട്രിക് നഴ്സിംഗ്. ഈ 3 കാറ്റഗറീസിൽ നമുക്ക് സ്പെഷ്യലൈസേഷൻ ചെയ്യാം. ആദ്യത്തെ 2 വർഷം കഴിയുമ്പോൾ നമുക്കൊരു ഇൻ്റർമീഡിയറ്റ് എക്സാം ഉണ്ടാവും. ഈ ഇൻ്റർമീഡിയറ്റ് എക്സാം പാസ്സായാൽ നോർമലി 3rd ഇയറിൽ പോയിട്ട് ബാക്കി അതിൻ്റെ പ്രോസസ്സ് നടക്കും. അതല്ല, ഇൻ കേസ് നിങ്ങൾ ഫെയിൽ ആകുവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ആദ്യം തൊട്ട് കണ്ടിന്യൂ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഹെൽപ്പർ പ്രോഗ്രാം ഓപ്ഷൻസ് ചൂസ് ചെയ്യാം. ഇത് രണ്ടാണെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം സ്റ്റൈഫൻഡും കാര്യങ്ങളും കിട്ടുന്നുണ്ടാവും. ഇതിൻ്റെ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് 38 to 40 hours per week ആണ്. നമ്മൾ ആദ്യത്തെ വർഷം നമുക്ക് സ്റ്റൈഫൻഡ് ആയിട്ട് കിട്ടുന്നത് ഏകദേശം 1160 യൂറോ ഒക്കെ ആയിരിക്കും. 2-ാമത്തെ വർഷം നമുക്ക് കിട്ടുന്നത് 1125 യൂറോ ആയിരിക്കും. 3rd ഇയറിൽ ആവറേജ് കിട്ടുന്ന സ്റ്റൈഫൻഡ് എന്ന് പറയുന്നത് 1130 ആയിരിക്കും. നമ്മൾ പാസ് ഔട്ട് ആയി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സാലറിയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ പബ്ലിക് സെക്ടറിലാണ് പ്രൈവറ്റ് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ഏജ് ലിമിറ്റ് ഉണ്ടോ എന്നുള്ളതാണ്. ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ ശരിക്കും ഏജ് ലിമിറ്റ് ഒരു പ്രോബ്ലം അല്ല. ഈ ജർമ്മൻ ലാംഗ്വേജിൽ ഹൗസ് ബിൽഡിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യം എന്ന് പറയുന്നത് ലാംഗ്വേജ് ക്ലിയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഈ ലാംഗ്വേജ് ക്ലിയർ ചെയ്യുക എന്നുള്ളൊരു കടമ്പ ക്ലിയർ ആയി കഴിഞ്ഞാൽ നമ്മളെ കാത്തിരിക്കുന്നത് ഒരു വമ്പൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനോ അതല്ലെങ്കിൽ ഹൗസ് ബിൽഡിങ്ങിൻ്റെ കൂടുതൽ പ്രോസസ്സിനെ കുറിച്ച് അറിയാനായിട്ടോ നിങ്ങൾക്ക് കാംബ്രിഡ്ജിനെ കോൺടാക്ട് ചെയ്യാം.